ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം. കർത്താവായ യേശുക്രിസ്തു തന്നെ സത്യദൈവം എന്നതിനെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ, കരകുളം. നിത്യരാജാവും അക്ഷയനും അദർശനുമായ ഏകസത്യദൈവത്തിന് ഈ പ്രഭാതത്തിൽ സർവമഹത്വവും ബഹുമാനവും സ്തുതിയും അർപ്പിക്കുന്നു. തൃപ്പാദം എന്ന ഈ ശുശ്രൂഷയിൽ കൂടി എന്നെ സാദരം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രക്ഷിതാവാകുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ദൈവമാകുന്നു എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള പാഠങ്ങളാണ് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തത്. ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എന്ന വിഷയം, അവിടുത്തെ ദൈവത്വ ബന്ധത്തിൽ നാം ഇന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ലോകം ഉണ്ടായതു മുതൽ ഈ മനുഷ്യൻ ചെയ്തതുപോലെ ആരും ചെയ്തിട്ടില്ല. ആ വാക്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിറവിയിലെ കുരുടനാകുന്ന വ്യക്തി പറഞ്ഞതായിരിക്കുന്ന വാക്യമാണിത്. ലോകം ഉണ്ടായതു മുതൽ പിറവിയിലെ കുരുടനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണമായിരിക്കുന്ന കാഴ്ച ഉണ്ടായതായിരിക്കുന്ന ഒരു സംഭവം ചരിത്രത്തിൽ നടന്നിട്ടില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്യത്തിൽ നിന്ന് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ ലോകം ഉണ്ടായതിനു ശേഷം ആരും ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഭൂമുഖത്ത് ചെയ്തത്. നമ്മുടെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കൂടി അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. പ്രകൃതിയുടെ മേൽ, രോഗത്തിൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ എല്ലാം തനിക്ക് അപാരമാകുന്ന ശക്തിയുണ്ട് എന്ന് അവിടുന്ന് തെളിയിക്കുകയുണ്ടായി. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് അത്യാവശ്യമായി പഠിക്കാനായിട്ട് ഉള്ള അത്ഭുതങ്ങൾ മാത്രമേ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുള്ളൂ. പരിശുദ്ധാത്മാവാകുന്ന ദൈവം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് തിരുവചനത്തിൽ സാക്ഷ്യപ്പെടുത്തി എഴുതുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റു അനേകം അടയാളങ്ങളും അഥവാ അത്ഭുതങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയെ ചെയ്തു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അഥവാ യോഹന്നാന്റെ സുവിശേഷത്തിൽ, അല്ലെങ്കിൽ 4 സുവിശേഷങ്ങളിൽ മുഴുവനുമായിട്ട് എഴുതിയിരിക്കുന്നത് കൂടാതെ അനേകം അത്ഭുത പ്രവൃത്തികൾ കർത്താവ് ശിഷ്യന്മാരുടെ മുൻപാകെ ചെയ്തിട്ടുണ്ട്. എന്നാൽ വ്യക്തമായിട്ട് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ചെയ്തതായിരിക്കുന്ന 36 അത്ഭുതങ്ങളാണ് തിരുവെഴുത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. 36 അത്ഭുതങ്ങൾ എന്നുള്ള നിലയിൽ വേദപണ്ഡിതന്മാർ അതിനെ നിജപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കർത്താവായിരിക്കുന്ന യേശു ലോകത്തായിരുന്നപ്പോൾ അവിടുത്തെ മുഖം സൂര്യൻ ശോഭിച്ചതുപോലെ വെട്ടിത്തിളങ്ങിയത് മത്തായി സുവിശേഷം 17:1-3 വരെ. അതുപോലെ തന്നെ യേശുവിൻ്റെ അടുക്കൽ വന്ന സകല രോഗങ്ങളെയും സൗഖ്യമാക്കിയത് മത്തായി 4:23. അതുപോലെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം ലൂക്കോസ് 24:50-51. ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിഷയങ്ങളും അത്ഭുതങ്ങളാണെങ്കിലും അവയെ 36 അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ വേദപണ്ഡിതന്മാർ കൂട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഈ സമയത്ത് നമ്മൾ മറന്നു പോകരുത്. എന്നാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കൂടി
താൻ ദൈവമാണ് എന്നുള്ള കാര്യം ലോകത്തിൻ്റെ മുമ്പാകെ തെളിയിക്കുകയുണ്ടായി. ലോകം ഉണ്ടായത് മുതൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കാലം വരെ യേശുക്രിസ്തു ചെയ്തതായിരിക്കുന്ന അത്ഭുത പ്രവൃത്തികൾ ആരും ചെയ്തിട്ടില്ല. മാത്രമല്ല, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കാലശേഷവും കർത്താവായ യേശുക്രിസ്തു പ്രവർത്തിച്ചതുപോലെയുള്ള അത്ഭുതങ്ങൾ ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിറവിയിലെ കുരുടനായിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു ഡോക്ടർമാർക്കും ഒരു വൈദ്യന്മാർക്കും ഒരു മെഡിസിനും സൗഖ്യം കൊടുക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. എന്നാൽ ഇനി വരുന്ന നാളുകൾ അതിനെ കഴിയുകയുമില്ല. എന്നാൽ കർത്താവായ യേശു പിറവിയിലെ കുരുടനായിരിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകിയ വ്യക്തിത്വമാണ്. ലാസറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നാം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിന്റെ സഹോദരി ഇങ്ങനെ പറയുന്നു, കർത്താവേ, അവൻ മരിച്ച് 4 ദിവസമായല്ലോ, നാറ്റം വച്ചു തുടങ്ങി എന്ന് പറയുന്നു. കർത്താവേ, നാറ്റം വച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ. ഒരു ഡെഡ് ബോഡി അടക്കപ്പെട്ട് കഴിഞ്ഞാൽ 4 ദിവസമായി കഴിഞ്ഞാലുള്ളതായിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം. ഭീകരമായിരിക്കുന്ന നാറ്റം ആ ഡെഡ് ബോഡിയിൽ നിന്നും പുറത്തേക്ക് വരും. അങ്ങനെ ലാസർ മരിച്ച 4 ദിവസമായിരിക്കുകയാണ്. എന്നാൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കുന്നു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ പ്രവർത്തിച്ചതായിരിക്കുന്ന അത്ഭുതങ്ങൾ കൂടി താൻ പറഞ്ഞതുപോലെ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട് എന്ന വചനപ്രകാരം മരണത്തെ ജയിച്ചവനും മരണത്തെ തോൽപ്പിച്ചവനും മാത്രമല്ല മരിച്ച് 4 ദിവസമായവരെ മരണത്തിൽ നിന്നും വിടുവിച്ച് അവരെ ജീവിപ്പിച്ചവനുമാണ് കർത്താവായ യേശു ക്രിസ്തു. മാത്രമല്ല, അവിടുന്ന് പ്രകൃതിയുടെ മേൽ അധികാരമുള്ള അത്ഭുതങ്ങൾ ചെയ്തു. കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാക എന്ന് പറയുമ്പോൾ കാറ്റും കടലും അവിടത്തെ വചനത്തിൻ്റെ മുമ്പാകെ അടങ്ങി. പച്ചവെള്ളത്തെ കോരിക്കൊണ്ടുവന്ന് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ പച്ചവെള്ളം നിറച്ചതായിരിക്കുന്ന ആ ഭരണികളിൽ ഇതാ പുതുവീഞ്ഞ് ഉണ്ടായിരിക്കുകയാണ്. ആരും ഒരു നാളും കുടിച്ചിട്ടില്ലാത്തതായിരിക്കുന്ന ഏറ്റവും മാധുര്യമേറിയതായിരിക്കുന്ന വീഞ്ഞായിട്ട് പച്ചവെള്ളം മാറി. മുന്തിരിച്ചെടി വർഷങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുക എന്നുള്ളത്. മുന്തിരിച്ചെടി ഒരു സൃഷ്ടിയാണ്, കർത്താവിൻ്റെ സൃഷ്ടിയാണ് മുന്തിരിച്ചെടി. എന്നാൽ സൃഷ്ടാവാകുന്ന ദൈവം മുന്തിരിച്ചെടി മാസങ്ങൾ കൊണ്ട് ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തി ഒരു നിമിഷം കൊണ്ട് ചെയ്തു. അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്തതായിരിക്കുന്ന ഒരു വ്യക്തിത്വം ഈ ഭൂമുഖത്തുണ്ടോ? രോഗത്തിൻ്റെ മേൽ, പ്രകൃതിയുടെ മേൽ, അതുപോലെ തന്നെ മരണത്തിൻ്റെ മേൽ താൻ അധികാരമുള്ളവനാണെന്ന് തെളിയിച്ചുകൊണ്ട് കർത്താവായിരിക്കുന്ന ഈ യേശുക്രിസ്തു ലോകം ഉണ്ടായത് മുതൽ ആർക്കും ഒരു നാളും ചെയ്യാൻ കഴിയാത്തതും എന്നാൽ ദൈവത്തിന് മാത്രം ചെയ്യുവാൻ തക്കവണ്ണം കഴിയുന്നതുമായിരിക്കുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. മനുഷ്യന് ഒരു നാളും ചെയ്യാൻ കഴിയാത്തതും ദൈവത്തിന് മാത്രം ചെയ്യുവാൻ തക്കവണ്ണം കഴിയുന്നതുമായിരിക്കുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിച്ച മഹാദൈവമല്ലേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിനെ ശരിയായി നമുക്ക് അറിയുവാൻ തക്കവണ്ണം കഴിയുന്നു. മാത്രമല്ല, നമ്മളും ഒരു അത്ഭുതമാണ്. നമ്മൾ മരിച്ച് അഴുകി നാറി ശവസമാന തുല്യരായിരുന്നപ്പോൾ പാപത്തിൽ നിന്നും നമ്മെയും കർത്താവ് ജീവിപ്പിച്ചല്ലോ. ഈ അന്ധകാരമാകുന്ന മരണത്തിൽ നമ്മെ വിടുവിച്ച് അത്ഭുത പ്രകാശമാകുന്ന ക്രിസ്തുവിലേക്ക് നമ്മെ കൊണ്ടുവന്ന ഈ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. കർത്താവ് തൻ്റെ അത്ഭുതങ്ങൾ കൂടി താൻ ദൈവമാണെന്ന് ലോകത്തിൻ്റെ മുമ്പാകെ തെളിയിച്ചു. നമ്മെയും കർത്താവ് ഒരു അത്ഭുതമാക്കി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. ഈ കർത്താവിനായി ഇന്ന് പാൽക്കാലം നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ മഹത്വത്തിനായി നമുക്ക് ശോഭിക്കാം. ഈ വചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ ദൈവമായ കർത്താവ് നമ്മെ വീണ്ടും അനുഗ്രഹിച്ച് എല്ലാ നന്മകളും ഉയരത്തിൽ നൽകട്ടെ. അവിടുത്തെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.